കേണൽ സോഫിയ ഖുറേഷിയെ കേന്ദ്ര സർക്കാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്താൻ വേണ്ടി മാത്രമാണ് കൊണ്ടുവന്നത് എന്നാണ് പ്രൊഫസർ അലിഖാൻ പറയുന്നതായി എഫ്ഐആറിൽ ആരോപിക്കുന്നത്. സർക്കാർ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും അവരുടെ മതത്തിനുമെതിരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിർത്തിയിലെ സംഘർഷം ഇരു രാജ്യങ്ങളിലെയും ചില സൈനിക ഉദ്യോഗസ്ഥർ കാരണമാണ് ഉണ്ടായതെന്നും അലിഖാൻ പറഞ്ഞതായി എഫ്ഐആറിൽ ആരോപിക്കുന്നു. രാജ്യത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യം എത്രമാത്രം ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതിന്റെ തെളിവാണ് അലിഖാന്റെ അറസ്റ്റ്. ഇടക്കാല ജാമ്യം അനുവദിക്കുമ്പോഴും സുപ്രീം കോടതി അലിഖാനോട് ചോദിച്ചത് നിങ്ങൾ ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടി ശ്രമിക്കുകയാണോ എന്നാണ്. വിവാദവുമായി ബന്ധപ്പെട്ട് ഇനി ഫേസ്ബുക്കിലൊന്നും കുറിക്കരുതെന്ന നിർദ്ദേശവും സുപ്രീം കോടതി മുന്നോട്ട് വയ്ക്കുന്നു. അലിഖാൻ തന്റെ കുറിപ്പിൽ ഉപയോഗിച്ച വാക്കുകൾ ആളുകളെ മനഃപൂർവ്വം ആക്ഷേപിക്കാനും കളിയാക്കാനും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിലാക്കാനും വേണ്ടിയുള്ളതാണോ എന്നും സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. അലിഖാന് കേസിൽ നിന്ന് മുക്തനാവാൻ സാധിക്കുന്നില്ല എന്നതിന്റെ തെളിവാണ് കേസ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കണമെന്ന സുപ്രീം കോടതി നിർദ്ദേശം. അതിന് തെളിവാണ് ദേശീയ വനിതാ കമ്മീഷൻ അലിഖാനെതിരെ സ്വമേധയാ എടുത്ത കേസ്.